ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചൂട് കൂടുന്നു, ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ ഈ വൈകുന്നേരം ഇന്ന് തുടങ്ങിയപ്പോൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ തന്നെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർ, പാമ്പിൻ്റെ ശല്യം കൂടുന്നതൊക്കെയും ഈ ചൂടിനോടനുബന്ധിച്ച് വലിയ വാർത്തകളാണ്. 8 വയസ്സുകാരൻ അൽജോയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ മറ്റൊരു കുരുന്നു ജീവൻ കൂടി ഇന്ന് പൊലിഞ്ഞു. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് വീണ്ടും ഒരു 8 വയസ്സുകാരൻ കൂടി പാമ്പ് കടിയേറ്റ് മരിച്ചത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 8 വയസ്സുകാരൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഉറങ്ങുന്നതിനിടെയായിരുന്നു കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിന്നീട് പിടികൂടി. അതേസമയം പരിക്കേറ്റ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ പരിചരണം ലഭിച്ചില്ല എന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വരാം. എന്തായാലും ചൂട് കൂടുമ്പോൾ പാമ്പ് കടിയേൽക്കുന്ന വാർത്തകൾ കൂടുന്നു എന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അഴൂർ മൂലേൽ വീട്ടിൽ അനുവിൻ്റെ മകൻ ദിക്ഷലാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഉറങ്ങിക്കിടക്കുന്നതിനിടെ പാമ്പ് കുഞ്ഞിനെ കടിക്കുകയായിരുന്നു. കാലിൽ എന്തോ കടിച്ചതായി കുട്ടി പറഞ്ഞു. പുലർച്ചെ 2:30 ഈ സംഭവം. തുടർന്ന് കുട്ടിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു. വീട്ടിൽ നിന്ന് പിന്നീട് തെരച്ചിലിൽ ഈ മൂർഖൻ പാമ്പിനെ പിടികൂടുകയും ചെയ്തു. പരിക്കേറ്റ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ പരിചരണം ലഭിച്ചില്ല എന്നതാണ് കുടുംബം പറയുന്നത്. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, ഇവിടുന്ന് പാമ്പിൽ കടി കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ചിറങ്ങി കൊണ്ടുവന്നപ്പോൾ ചിറങ്ങി കൊണ്ടുവന്ന അപ്പോഴേ അവർ പറയുന്നത് മെഡിക്കലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെ മെഡിക്കലിൽ പോകുന്ന വഴിയിലാണ് കൊച്ചു മരണപ്പെട്ടത്. അല്ല, അവിടെ നിന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഇഞ്ചക്ഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് മെഡിക്കലിൽ കൊണ്ടുവന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴൊന്നും ഇഞ്ചക്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് കൂടെ പോയത് ഞാനല്ല. അത്യാവശ്യം എന്ത് കൊടുത്തെന്ന് അറിയാൻ പോയി. പക്ഷേ എന്തൊരു കാര്യം ഇറങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരപ്പോഴേ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറയും. അത് പല പ്രശ്നം അവിടെ നടന്നിട്ടുമുണ്ട്. ഇവിടെ ഈ പാമ്പുകളുടെ അടക്കം ശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. പാമ്പിന്റെ ശല്യം ക്രമണമുണ്ട്. കാലിന് ഏകദേശം കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുരടക്കാർക്കൊന്നും ഈ കിടക്കുന്നതെല്ലാം ഒരുവിധം പൈസ ഉള്ള ആൾക്കാരെ പുരടങ്ങളാണ്. അവർക്ക് അവർ തേങ്ങ വെട്ടാൻ വേണ്ടി മാത്രം വരും. അല്ല, പുരടം ഒന്നും വൃത്തിയാക്കാനോ ഒന്നിനും വരത്തില്ല. ഇപ്പോൾ ഈ പരിസരത്ത് മൊത്തം ഈ മരങ്ങളെല്ലാം മുറിച്ചിട്ടുകൊണ്ടാണ് ഈ പാമ്പൂടെ കയറാൻ കാരണം. ഇവർ ഇത്രയും വർഷം ഇവിടെ താമസിക്കായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ പുരടക്കാരും വന്നിട്ട് തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല. ഈ പാവപ്പെട്ടവർ 2 സെന്റോ 5 സെന്റിലോ താമസിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് നടുക്ക് പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയതാമസം ഒന്നും ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി. ഇവിടെ നിന്ന് ഇറങ്ങി കൊച്ചു, പിന്നെ റെയിൽവേ ഗേറ്റൊക്കെ ഉള്ളതാണ്. പിന്നെ കൊച്ചുങ്ങൾ അപ്പം തന്നെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ല ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വലിയ പ്രതിഷേധമാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്? കുട്ടിക്ക് ചികിത്സ കിട്ടാത്തതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. രേണുക, ഇവിടെ കുടുംബവും CPM, കോൺഗ്രസും BJP അടക്കം ആരോപിക്കുന്നത് ഇവിടെ ചിറയൻകീഴ് ആശുപത്രി സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ആശുപത്രിയാണ്. ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലതാമസം, അതായത് ഒരു ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവടക്കമാണ് മരണത്തിലേക്ക് കാരണമായത്. കാരണം ഈ ഒരു പാമ്പ് കടിയേറ്റത് ആണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുവേണ്ട കൃത്യമായ ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസും BJP അടക്കം ആരോപിക്കുന്നത്. കുടുംബവും ആ ഒരു വിഷയം ആരോപിച്ചിരുന്നു. എന്തിനായാലും ഈ കുട്ടിയുടെ മരണം അത് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അതായത് ഉടൻ തന്നെ, അതായത് 2:30 ഈ ഒരു സംഭവം നടക്കുന്നത്. പാമ്പ് കടിയേറ്റ് കുട്ടി തന്നെ എഴുന്നേറ്റ് നിന്നാണ് ഈ പ്രശ്നം, അതായത് എന്തോ കടിച്ചു എന്ന് മാതാപിതാക്കളെ അറിയിക്കുന്നത്. ഉടൻ തന്നെ അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിന്നും അങ്ങനെ പാമ്പ് കടിയേറ്റ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതായത് പരിശോധന നടത്തിയിരുന്നു, പക്ഷേ ആന്റിവെനം നൽകാനുള്ള ഒരു ഉറപ്പ്, അതായത് ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിനുശേഷമാണ് പിന്നീട്, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്ന വഴി ഇത്തരത്തിലൊരു പെട്ടെന്ന് മരണം ഉണ്ടാവുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം കൊടുക്കുകയും അടക്കം ചെയ്തത്. ഇപ്പോൾ എന്തായാലും
ഈ ഒരു പ്രതിഷേധം തുടരുകയാണ്. നമുക്ക് BJPയുടെ പ്രതിഷേധം അവസാനിച്ചാണ് ഇപ്പോൾ യൂത്ത് ശരി, സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. നമ്മൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കണം പാമ്പുകടിയേറ്റാൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കൃത്യസമയത്ത് എത്തിച്ചിട്ടും ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് ചികിത്സയിലെ വീഴ്ചയെന്ന് കുടുംബം പറയുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകട്ടെ. തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷണത്തിലൂടെ വ്യക്തമാകട്ടെ. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. അവിടെ അയൽ വീടുകൾ, പറമ്പുകൾ വൃത്തിയാക്കാത്ത കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ബന്ധു സംസാരിച്ചപ്പോൾ. മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഇത്തരം കാട് മൂടിയ ഇടങ്ങൾ വൃത്തിയാക്കി കൊടുക്കാനുള്ള ബാധ്യത ഈ ഭൂ ഉടമസ്ഥർക്കുള്ളതാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പരാതി നൽകിയാൽ അത് സാധിക്കുന്നതുമാണ്. അത്തരം ഉത്തരവാദിത്തങ്ങൾ സ്വയമേ നിറവേറ്റേണ്ടതാണ് മനുഷ്യർ. കാരണം മറ്റുള്ളവർക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ പറമ്പുകളൊക്കെ വൃത്തിയാകാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനവർ മുൻകൈ എടുക്കട്ടെ. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നവരൊക്കെ അങ്ങനെ ഇടപെടൽ നടത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.